Good morning. ട്രെൻഡ് ടീം റിസോഴ്സ് ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞ 20 വർഷമായി ഞങ്ങൾ വളരെ നിശബ്ദമായി എഡ്യൂക്കേഷൻ ചാരിറ്റി ആക്ടിവിറ്റിയിൽ സജീവമാണ്. അഭിമാനമാണ്. പ്രിയപ്പെട്ട SP സാറാണ്, ഫൗണ്ടറാണ് ഈ സംവിധാനത്തിൻ്റെ. ഇപ്പുറത്ത് റൌഫ് സാറുമുണ്ട്. വളരെ ചുരുങ്ങിയ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഡിസ്കഷൻ ഞങ്ങൾ ഓപ്പൺ ചെയ്യാൻ കാരണം ഫ്രെയിമിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പല തലങ്ങളിലാണ് ഫ്രെയിമിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ പരിശീലനം മാത്രമല്ല, പരിശീലനം എന്ന് പറയുമ്പോൾ അത് ഒരു അമ്മ അല്ലെങ്കിൽ ഉമ്മ കുട്ടിയെ വളർത്തുന്നത് പോലും ഒരു പരിശീലനമാണ്. അവിടെ നിന്ന് അങ്ങ് തുടങ്ങി ഒരു ഭർത്താവും പിതാവും ഒക്കെ എങ്ങനെ ഉണ്ടാവണം എന്നുള്ളതിനൊരു പരിശീലനം വേണം. അങ്ങനെ ഈ ഒരു തലങ്ങളിലെ പരിശീലനം എന്ന് പറയുന്ന വാക്കിനെ ഞങ്ങളൊന്ന് നമ്മുടെ ആ സമയത്തിനകത്തിരുന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലേക്ക് പോവുകയാണ്. പ്രത്യേകിച്ച് റൌഫ് സാർ ഇവിടെ എയുടെ ലോകത്ത് ഏറ്റവും മികച്ച സെഷനുകൾ കൈകാര്യം ചെയ്യുന്ന സാർ ഇവിടെ ഉണ്ട്. ഞാൻ എൻ്റെ ആദ്യത്തെ ഒരു മൈക്കിൻ്റെ ഒരു കൈമാറ്റം പ്രിയപ്പെട്ട SP സാറിലേക്ക് പറയാം. SP സാർ, ഈ ഒരു ഫ്യൂച്ചർ ഫ്രെയിമിംഗ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ സാറിനുള്ളിൽ എന്തെങ്കിലും കത്താൻ സാധ്യത ഉണ്ടാവില്ല? സാർ അതൊന്നും ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാലേ സന്തോഷം. പൊതുവേ ഞാൻ ട്രെയിനിങ് എന്ന് പറയുന്ന ഫീൽഡിൽ നിന്ന് പതിയെ മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അതിൻ്റെ കാരണം മോട്ടിവേഷൻ എന്ന് പറയുന്നൊരു വാക്ക് നമ്മൾ ഷാഹിദ് തിരുവള്ളൂരിൻ്റെ ഫേസ്ബുക്കിലെ പഴയ ഒരു പോസ്റ്റ് കടയെടുത്ത മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ കിട്ടുന്ന കാര്യങ്ങളെ നമ്മൾ ഒരു സ്ലൈഡിലൊക്കെ ആക്കി സദസ്സിനെ മനസ്സിലാക്കാതെ കുറേ ബഹളം വെച്ച് പ്രസൻറ്റ് ചെയ്യുമ്പം പൊതുവേ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഓഡിയൻസിലുണ്ടാകുന്ന ഇറിറ്റേഷനും റെസിസ്റ്റൻസും ഒക്കെ പുതിയ കാലത്ത് വളരെ കൂടുതലാണ്. കാരണം നമ്മൾ എന്താണോ ഡെലിവറി ചെയ്യുന്നത്, സ്റ്റോറി ആയാലും ആശയങ്ങളായാലും എല്ലാം യൂട്യൂബിൽ അവൈലബിളാണ്. സാറേ, ഇത് ഞാൻ ഇന്നലെ കേട്ട കഥയാണെന്ന് തിരിച്ച് സാസെന്ന് പിള്ളേർ ചോദ്യം ചോദിക്കുന്ന ഒരു കാലത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ 2 കാര്യങ്ങളാണ് എനിക്ക് ഈ ഫ്രെയിമിൻ്റെ അകത്ത് പറയാനുള്ളത്. ഒന്നുകൂടി മോട്ടിവേഷനിൽ നിന്ന് മാറി നമ്മൾ ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ലെവലിലേക്ക് എത്താൻ നമുക്ക് കഴിയാന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ടത്. രണ്ടാണ്. അതേക്കുറിച്ച് നമുക്ക് പിന്നെ വേണമെങ്കിൽ സംസാരിക്കാം. ഇപ്പോൾ ഇൻസ്പിറേഷൻ നടക്കണം, നമുക്ക് വായന നടക്കണം. രണ്ടാമത് പുതിയ ജനറേഷൻ ആഗ്രഹിക്കുന്നുണ്ട്, ഗൈഡൻസ് ആഗ്രഹിക്കുന്നുണ്ട്, അവർക്ക് ഇൻസ്പിറേഷൻ വേണം. പക്ഷെ അവരുടെ ഒരു തോട്ട്സ് ലെവലിലേക്ക് ഉയരാൻ പറ്റുന്ന വായന അത് ട്രെയിനർക്ക് ഉണ്ടാകണം. ഞാനതാ പറഞ്ഞത്, കണ്ടൻറ്റുകൾ. പലപ്പോഴും ട്രെയിനിങ് കഴിഞ്ഞാൽ നമ്മളോട് ആളുകൾ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ആ PPT ഒന്ന് കടം തരുമോ, നിങ്ങൾക്കൊക്കെ പരിചയമുണ്ടോ? ആ കോമണാണ്, എല്ലാവരും ചോദിക്കുക. PPT തൽക്കാലം ഒന്ന് കോപ്പി ചെയ്തിട്ട് എനിക്കൊരു ക്ലാസ് എടുക്കാമെന്ന് വിചാരിക്കുന്ന അബദ്ധം ട്രെയിനേഴ്സ് കാട്ടിക്കൂട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ ജനറേഷൻ്റെ വിലയിരുത്തലുകളുടെ അപ്പുറത്തേക്ക് വളരാനുള്ള വായനയും അതിനുള്ള സ്ട്രാറ്റജിയും അതിൻ്റെ തന്ത്രങ്ങളും അതിൻ്റെ ടൂളുകളുടെ ഉപയോഗം ഉണ്ടെങ്കിൽ മാത്രമേ വരുംകാലത്ത് ട്രെയിനർക്ക് പ്രസക്തി ഉണ്ടാവുള്ളൂ. ഞങ്ങളൊക്കെ കൂടുതൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വാക്ക് മെൻറ്ററിങ് എന്ന് പറയുന്ന വാക്ക്. ഓക്കെ, ഞാൻ ചോദ്യങ്ങളിലേക്കൊന്നും വേണ്ട. സാറിന് ഈ മെൻറ്ററിങ് എന്ന് പറയുമ്പോൾ AI ലോകമാണല്ലോ സാറിൻ്റെ ഒരു ഫേവറായിട്ട് ഏരിയ. അപ്പോൾ സാർ JCIയുടെ പ്രതിനിധിയാണ്. അങ്ങനെയൊക്കെ തോന്നുമ്പോൾ പുതിയ കാലമാണ്. ആ കാലത്ത് AI മെൻറ്ററിങ് എന്ന് പറയുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ? ഞാൻ ബാക്കിയൊക്കെ അങ്ങ് മാറ്റി വെച്ചാൽ ആ ഒരു ഭാഗത്തെക്കുറിച്ച് എങ്ങനെയാണ് സ്പാർക്ക് കൊടുക്കാൻ പറ്റുക? ഓക്കെ, വളരെ പ്രസക്തമായൊരു ചോദ്യമാണിത്. ഇനിയുള്ള കാലഘട്ടം ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു പീരീഡിലാണ് നമ്മളിപ്പോൾ പലപ്പോഴും പറയാറുണ്ട്. കാരണം 2022 AI ഒക്കെ നമ്മൾ കടന്നു വന്നതിന് ശേഷം അതിന് മുമ്പുണ്ടായിരുന്ന ലോകത്തേക്കാൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പ്രത്യേകിച്ചും ഒരു ട്രെയിനറെ സംബന്ധിച്ചിട്ടാണെങ്കിൽ അദ്ദേഹത്തിന് തയ്യാറാക്കേണ്ട റിസോഴ്സുകളെ ലഭ്യമാക്കാൻ ഒരു റെഡിമെയ്ഡ് മോഡൽ അവൈലബിൾ ആവുന്നൊരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. കാരണം പണ്ടൊക്കെ നമ്മൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ഇരുന്ന് പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോട്ടൊക്കെ എഴുതിയിട്ട് തയ്യാറാക്കിയിരുന്ന ട്രെയിനിങ് മൊഡ്യൂളുകൾ ഒരു 5 സെക്കൻഡ് കൊണ്ട് 2 പ്രോംപ്റ്റ് കൊടുത്തിട്ട് എനിക്ക് ഇന്നൊരു മൊഡ്യൂൾ എടുക്കാൻ വേണ്ടി, സെഷൻ എടുക്കാൻ മൊഡ്യൂൾ ഉണ്ടാക്കി തരണം എന്ന് പറയുമ്പോഴേക്ക് ആക്ടിവിറ്റി ഉൾപ്പെടെ നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, പക്ഷെ അതേസമയം ഭയങ്കര ത്രെട്ടാണ്. സാർ നേരത്തെ സൂചിപ്പിച്ച ആ ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല. കാര്യങ്ങൾ നമ്മൾ കിട്ടുന്നുണ്ട്, ആ ഒരു ട്രെയിനറിൻ്റെ ഉള്ളിലേക്ക് വരേണ്ട പല കാര്യങ്ങളും കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രശ്നം പറയുന്നത്. പക്ഷെ അവിടെ സാധ്യതകളാണ് നമുക്ക് ചേർത്ത് വെക്കാനുള്ളത്. നന്നായിട്ട് വായിക്കുകയും നന്നായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. ഇതിൻ്റെ AI സപ്പോർട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് വളരെ വലിയൊരു സാധ്യത ട്രെയിനർമാർക്കുണ്ട്. അതേപോലെ സാർ സൂചിപ്പിച്ച പോലെ ഭാവിയിലേക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ AI മിക്കവാറും എല്ലാവരെയും റീപ്ലേസ് ചെയ്യുന്നു പറയുന്നുണ്ട്. ട്രെയിനർമാരുടെ കാര്യത്തിലും അത് സാധ്യത കൂടുതലാണെന്ന് പറയുന്നുണ്ട്. ഭാവിയിൽ, സമീപ ഭാവിയിൽ 10 വർഷം കഴിയുമ്പോൾ ട്രെയിനർമാർ ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല, പക്ഷേ അവിടെയും ഒരു സൂപ്പർ ട്രെയിനർ ഉണ്ടാവുകയും ബാക്കിയുള്ള ആളുകൾക്കൊന്നും പ്രസക്തി ഇല്ലാതായി പോകാനുള്ള സാധ്യതയുണ്ട്. AI നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന നല്ല ട്രെയിനർമാർക്ക് അവിടെ കൂടുതൽ അവസരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ആമുഖമായിട്ട് പറയാനുള്ളത്.
എനിക്ക് ഇങ്ങനെ തോന്നിയത് പറഞ്ഞപ്പോഴേ ഇപ്പോൾ SP സാറേ, ഹൗ ടു ഹാൻഡിൽ മൈ സൺ എന്നാണ് പ്രോംപ്റ്റിംഗ് കൊടുക്കുന്നത്. പുതിയ അച്ഛൻ പുതിയ കാലത്ത് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ള. ഞാനിങ്ങനെ ഒരു മോഡൽ പാരൻ്റായിട്ടാണ് SP സാറെ ഞാൻ കാണുന്നത്. ഇൻസ്പിറേഷൻ എന്ന വാക്ക് പറഞ്ഞത് ഞാൻ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സാറുടെ മകൾ സാറ് തന്നെ ലീഡ് ചെയ്യുന്നു, മെൻറ്റർ ചെയ്യുന്നു. മെൻറ്റർ എന്ന വാക്കാണ് എനിക്ക് പറയാൻ ഇഷ്ടമെന്നും കൂടി സാറ് പറഞ്ഞു. സാറുടെ മകൾ ഇപ്പോൾ നമ്മുടെ IIT പിന്നെ ജോയിൻ ചെയ്തു. കുട്ടികൾക്ക് ഇൻസ്പിറേഷൻ. സാർ എക്സ്പീരിയൻസ് ഈ മെൻറ്ററിങ് ആൻഡ് പാരൻറ്റിൻ്റെ ഫ്രെയിമിങ് ഫ്യൂച്ചർ ഫ്രെയിമിംഗ് ആണല്ലോ സാർ, റിയലി അത് നടന്നിട്ടുണ്ട് സാർ? ഒന്നും പറയാം. ഞാൻ എന്നെ കണക്ട് ചെയ്തിട്ടൊന്നും പറയുന്നില്ല. ഞാൻ പറയുന്നത് സ്ഥിരതയും അസ്ഥിരതയും തമ്മിലുള്ള വ്യത്യാസമാണ് ഇവിടെ ഏറ്റവും പ്രധാനം. ഈ പോയിന്റ് അഷ്റഫ് നോട്ട് ചെയ്തോളൂ. ഇതേക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ പുസ്തകം എഴുതാം. ഞാൻ പറയുന്നത് സ്ഥിരതയും അസ്ഥിരതയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഞാനൊരു ഗ്രൂപ്പിനെ മോട്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എൻ്റെ റോള് ആ ഗ്രൂപ്പിൽ അസ്ഥിരമാണ്. ഞാനൊരു സെഷൻ ചെയ്യുന്നു, ഫീസ് വാങ്ങുന്നു, പോകുന്നു. അതേസമയം ഇനി ഞാൻ സെഷൻ ചെയ്യുന്നു, ഫീസ് വാങ്ങുന്നു, പോകുന്നു മാത്രം കട്ട് ചെയ്തിട്ട് എയറിലിടല്ലേ, അങ്ങനെ ആരെങ്കിലും? ഇത് സ്വാഭാവികമായൊരു കാര്യം. ആൻഡ് സെക്കൻഡ് തിങ്, പിന്നെ അതേസമയം സ്ഥിരത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നൊരു സംഗതിയാണ് പാരൻറ്റിങ്ങിൽ നടക്കുന്നത്. അപ്പോൾ അവിടെ AI-നോട് എൻ്റെ മോളെ ഞാൻ എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് പറയുന്ന വിഡിത്തൊന്നും ചെയ്യാൻ പറ്റില്ല. ഇസ്ലാമിക് പെർസ്പെക്റ്റീവ്സ് തന്നെ ശരിയല്ല. സ്ഥിരമായി ഇപ്പം ഞാൻ ഈ ചെന്നൈ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ നമ്മളെപ്പോഴും IIT പോലുള്ളൊരു ലോകത്തൊരു കുട്ടിയെ, എസ്പെഷ്യലി ഒരു പെൺകുട്ടിയെ കൊണ്ടിടുമ്പം ആസ് ഒരു വാല്യൂ ബേസ്ഡ് പാരൻ്റ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് കുറേ നോഷൻസ് ഉണ്ട്. ഒറ്റ പോയിന്റ് ഞാൻ പറയാം. അതേക്കുറിച്ചുള്ള ആശങ്ക ചെന്നൈ IIT-യുടെ പള്ളിയുടെ അടുത്ത് നിന്ന് ഞാൻ ഹൈദരാബാദിലുള്ള സുഹൃത്തുക്കളോട്, അവിടെ നിസ്കരിക്കാൻ വന്ന പിള്ളേരോട് ഞാൻ ചോദിച്ചു, എന്താണ് അവസ്ഥ, ഞാൻ ആസ് എ പാരൻ്റ് എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ വറീസ് ഞാൻ ട്രെയിനറാണ്, മെൻറ്ററാണ്. അപ്പോൾ അപ്പോൾ പിള്ളേർ പറഞ്ഞ ഒരൊറ്റ വാക്കുണ്ട്, എനിക്ക് വലിയ ഇഷ്ടമായി. ഇത് കേൾക്കുന്ന പാരൻസ് അത് മനസ്സിലാക്കണം. ഓൺലി തിങ് യു ഹാവ് ടു ഡു ഇസ് ടു കമ്മ്യൂണിക്കേറ്റ് യുവർ വാട്ട്. മോളോട് സംസാരിക്കും. ഞാനിത് സ്ഥിരമായി ചെയ്യുന്നു. ഒരു വാപ്പയായിട്ടും ട്രെയിനറായിട്ടും ഫ്രണ്ടായിട്ടും ഒക്കെ ചെയ്യുന്നു. അപ്പോൾ 3 Cകൾ നമുക്ക് വേണം ബോണ്ടിൻ്റെ ഭാഗമായിട്ട്: കെയർ, കണക്ട്, കമ്മ്യൂണിക്കേറ്റ്. അതാണ് ഞാൻ മെൻറ്റർഷിപ്പ് എന്ന് പറയുന്ന ആശയത്തിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു ലോകം ഇനി ക്രിയേറ്റ് ചെയ്യാനുണ്ടാവും. കാരണം ഇപ്പോൾ റൌഫ് പറഞ്ഞ പോലെ ഒരു AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു പാരഡൈം ഒരു ഭാഗത്തേക്ക് വളരെ സ്ട്രോങ് ആയി ടൂൾ ബേസ്ഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുമ്പോഴും അകത്ത് ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും ഉള്ള ഒരു മോനെ അല്ലെങ്കിൽ ഒരു മോളെ, ഒരു ഭാര്യനെ, ഒരു ഭർത്താവിനെ ലീഡ് ചെയ്യാനുള്ള ഒരു നാച്ചുറൽ പേഴ്സൺ എന്നുള്ള നിലക്ക് ഇപ്പുറത്ത് ഒരു സന്യാസവൽകൃതമായ, അങ്ങനെ ആ വാക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നറിയില്ല, ഒരു ഋഷി തുല്യമായ ആരുടെയോ ഒരു വളർച്ച, അറബിയിൽ മുറബി എന്ന് പറയണേ, ഒരു വളർച്ചയ്ക്ക് സാധ്യതയുണ്ട്. ഞങ്ങളൊക്കെ കൂടുതലും ആലോചിക്കുന്നത് ആ ലോകമാണ്. പക്ഷേ റൌഫൊക്കെ IT-യുടെ മേഖലയിലേക്കും AI-യുടെ മേഖലയിലേക്കും പോകട്ടെ എന്നുള്ള വളരെ ഡിബേറ്റബിളായൊരു പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ ബ്ലെൻഡഡ് വന്നല്ലോ. ഇപ്പോൾ UGC പോലും ക്ലാസ്സസ് ബ്ലെൻഡഡ് ആണ്, എല്ലാം ബ്ലെൻഡഡ് ആണ്. അപ്പോൾ ഞാനിങ്ങനെ പറയണേ, AI-യും ഈ മെൻറ്ററിങ് നമ്മൾ മൈക്രോ ലെവലാണ്. നമ്മൾ വലിയ മാസ് ടൈപ്പ് ഓഡിയൻസിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്നിടത്ത് സക്സസ് ഒന്നും ഉണ്ടാവില്ല. റിസൾട്ട് വളരെ ചിലപ്പോൾ സ്പാർക്ക് ഏതെങ്കിലും ഒരാൾക്കേ ഉണ്ടാവുള്ളൂ. മൈക്രോ മെൻറ്ററിങ് അല്ലെങ്കിൽ മെൻറ്ററിങ്ങിൻ്റെ ഏറ്റവും പിയർ ടു പിയർ മെൻറ്ററിങ്ങിലേക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയോ കംപ്ലീറ്റ്ലി പോകണം. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അവനെ ചേർത്ത് പിടിക്കുന്ന ഫ്യൂച്ചർ ഫ്രെയിമിൻ്റെ ചേർത്ത് പിടിക്കുകയും തോളിൽ കൈയിടുകയും സംസാരിക്കുകയും അവൻ്റെ എല്ലാം പറയാൻ പറ്റുന്ന ഒരാളുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ തോന്നുന്നു ഈ സദസ്സിനോട് പറയുന്നു, എല്ലാവരും ഈ സൊസൈറ്റിയുടെ മെൻറ്ററാണെന്ന മെസ്സേജ് ആണായിരിക്കും നമുക്ക് കൊടുക്കാനുണ്ടാവുക, അല്ലേ? ഒരു പോയിന്റ് റൌഫ് സംസാരിക്കുന്ന മുമ്പ് എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. ഞാൻ കണക്റ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് കേവലമായ ഒരു മെക്കാനിക്കലായ ഒരു വാക്കല്ല. അപ്പോൾ ആ പോഡിയത്തിൽ നിന്ന് റൌഫ് സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അഷ്റഫ് സംസാരിക്കുകയാണെങ്കിൽ, 1000 ആളുകൾ നമ്മളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു വരിയിൽ ഏതെങ്കിലും ഒരു തോട്ട്സ് ആയിരിക്കും അവർ വീട്ടിൽ കൊണ്ടുപോകുക. അന്ന് അവരത് എടുക്കില്ല. 3 കൊല്ലം കഴിയുമ്പോഴേക്കും അതിനെ അവർ റീകളക്ട് ചെയ്യും. ആ ഒരു സാധനവും കൊടുക്കാൻ ഒരു നല്ല പരിശീലകന് പറ്റണം. അല്ലാതെ നമുക്ക് PPT ഇല്ലെങ്കിൽ, ലാപ്ടോപ്പ് ഇല്ലെങ്കിൽ ഞാനില്ല എന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ ചുരുങ്ങരുത് എന്നൊരു വേർഷനും കൂടി ചേർത്ത്, അതാണ് ബ്ലെൻഡഡ് എന്ന്. അതെ, ഒന്ന് ഞാൻ റൌഫ് സാറേ ഒന്ന് കുട്ടി പറയുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവരെല്ലാവരും മെൻറ്ററാണെന്ന്. AI ലോകത്ത് ഇവരെങ്ങനെയാണ് മെൻറ്റർഷിപ്പ് നടത്തുക?
സെക്കൻഡ്, റൌഫ് കൺഫ്യൂസ്ഡ് ആയോ? യു ക്യാൻ ഹാവ് ഓൺ യുവർ ഓൺ സ്റ്റാൻഡ്. ഇല്ലല്ലോ. ഓക്കെ, സാർ സൂചിപ്പിച്ചതിൽ രണ്ട് കാര്യങ്ങളാണ്. എൻ്റെ മറ്റൊരു കാര്യം പറയുമ്പോൾ ഒരു ഹ്യൂമൻ സൈഡ് എപ്പോഴും ഒരു ട്രെയിനർ അല്ലെങ്കിൽ ഒരു മെൻറ്റർ നിലയ്ക്ക് മിസ്സായി പോകാൻ സാധ്യതയുള്ളത്. ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം വെച്ചാൽ ഹ്യൂമൻ സൈഡ് പലപ്പോഴും മിസ്സായി പോകുന്നുള്ളതാണ്. ടെക്നോളജി വരുമ്പോൾ ടെക്നോളജി മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അതിൻ്റെ കൂടെ മാത്രം നിൽക്കുമ്പോൾ അവിടെ സാർ സൂചിപ്പിച്ച ആ ഹ്യൂമൻ സൈഡിലേക്കുള്ള ഒരു കണക്ഷൻ എപ്പോഴും നമ്മൾ മെൻറ്റേഴ്സിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. കാരണം നേരെ സാർ സൂചിപ്പിച്ച പോലെ ഒരു അനാറ്റമിയും ബയോളജിക്കും ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് പലപ്പോഴും ആളുകൾ മറന്നു പോവുകയാണെങ്കിൽ നമ്മൾ അവിടേക്കോ കുറേ കഴിയുമ്പോഴാണ് മനസ്സിലാവുക ഇവിടെ ഫെയിലായി എന്നുള്ള കാര്യം മനസ്സിലാവാൻ സാധ്യതയുള്ളത്. പിന്നെ സാർ സൂചിപ്പിച്ച പോലെ എങ്ങനെയാണൊരു AI നമുക്കൊരു മെൻറ്റേഴ്സ് നിലയ്ക്ക് AI എങ്ങനെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചാൽ സാറ് സൂചിപ്പിച്ചതിൽ പറയാനുള്ളത് നമ്മൾ വളരെ കെയർ ചെയ്ത് കൊണ്ടുപോകേണ്ട സാധനമാണ്. ഇരുതല മൂർച്ചയുള്ള വാളെന്ന് പറയുന്ന പോലെ നമ്മൾക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നതാണെങ്കിൽ വളരെ കെയറോട് കൂടി നമ്മൾ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ അതിൽ നിന്ന് വേണ്ട കാര്യങ്ങൾ സംശീകരിക്കുകയും നമ്മുടേതായ വാല്യൂസ്, നമ്മുടേതായ എത്തിക്സ്, ഈ കാര്യങ്ങളൊക്കെ ചേർത്ത് നിർത്തുകയും ചെയ്താൽ മാത്രമാണ് സക്സസ് ആവുക. പലപ്പോഴും എത്തിക്സിൻ്റെ ഒരു കാര്യം പറയുമ്പോൾ വളരെ കൺസേൺ ഉണ്ട് AI കാര്യത്തിൽ. കാരണം നമ്മൾക്ക് എന്തും ചെയ്യാൻ കഴിയുന്ന, നമുക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ലോകത്തിലേക്കാണ് ഇപ്പോൾ AI കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു 2 വർഷം മുമ്പുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഇന്ന് ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്ക് എന്തും ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുതിയൊരു ഗ്രോക്ക് എന്ന് പറയുന്ന ഒരു AI വന്ന സമയത്ത് അതിൽ പറയുന്നത് ആരുടെ ഫേസും അപ്ലോഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളതാണ് എലോൺ മസ്കിൻ്റെ ആ കമ്പനി മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ പലതും റെസ്ട്രിക്ഷൻ വെച്ചിരുന്നു, അത് ചെയ്യാൻ പാടില്ല, ഇൻഡിവിജ്വലായുള്ള കാര്യങ്ങളെ മാനിക്കണം എന്ന് പറയുന്നതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ AI വളരെ കെയർഫുള്ളായിട്ട് ഒരു പർപ്പസ്ഫുള്ളായിട്ട് നമ്മുടേതായ വാല്യൂസ് കൂടെ ആഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് ഓർക്കുന്നത്. ഇൻറ്റേർണലൈസേഷൻ ഇൻറ്റേർണലൈസ് ചെയ്തൊരു സാധനം AI ടൂൾ വെച്ചിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്നതിന് ഒന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നല്ല ഡിബേറ്റുകളിൽ പങ്കെടുക്കുന്ന പരിശീലകർ, നല്ല ഇൻ്റലക്ച്വൽ റീഡിങ്ങിന് സമയം കാണുന്ന പരിശീലകർ, നല്ല ആളുടെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ തയ്യാറാകുന്ന പരിശീലകർ, അവരൊരു AI ടൂൾ ഉപയോഗിക്കുമ്പോൾ ഒന്നും സംഭവിക്കില്ല. ബിക്കോസ് വായിക്കുകയും അതിൽ പ്രതലമുണ്ടെങ്കിൽ. ഇപ്പം എനിക്കൊരു തമാശ തോന്നുന്നത്, അതിന് റൌഫിനൊക്കെ ചിലപ്പോൾ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. ഞാനൊരു പ്രോഗ്രാം ഏറ്റു, പറഞ്ഞ സദസ്സല്ല അവിടെ ഉണ്ടായത്. ഞാനൊരു PPTയും ടൂളൊക്കെ റെഡിയാക്കി വന്നു. അപ്പോൾ സംഘാടകരെ ചോദിക്കുമ്പം അയ്യോ സദസ്സ് വേറെയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ ഞാനെന്ത് ചെയ്യുന്ന പറയാം, എൻ്റെ AI ചോദിക്കും, എൻ്റെ സദസ്സ് മാറിയിരിക്കണു, ഇത് വേറൊരു ടീമാണ്, ഞാനെന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് AI സഹായിക്കാം. ഗംഭീര സാധനമായിരിക്കും. പക്ഷെ അപ്പോഴും ഒന്നുകിൽ എൻ്റെ എക്സ്പീരിയൻസിൻ്റെ ബാക്ക് സ്റ്റോക്ക്, അല്ലെങ്കിൽ ഞാൻ റീഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു വേവ് എന്നെ സഹായിക്കാൻ കൂടെ ഉണ്ടാവും. അല്ലെങ്കിൽ ഞാൻ എക്സ്പാൻഷൻ ചെയ്യാനുള്ള ഒരു പവർ ഉണ്ട്. അല്ലെങ്കിൽ ഇയാൾ ടൂളായി പോകും, ഇയാൾ തന്നെ ടൂളായി പോകും. അപ്പോൾ പിള്ളേർ ഹേ എന്ന് പറയും. എസ്പെഷ്യലി ജെൻസി ആൽഫ ജനറേഷനിലൊക്കെ വരുന്ന പിള്ളേർ ഹേ പറയും. ഞാൻ ഈ ജനറേഷൻ പറഞ്ഞപ്പോൾ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി, സ്വാഭാവിക ഹെലികോപ്റ്റർ പാരൻറ്റിങ് എങ്ങനെയൊക്കെ കിട്ടിയ കുറേ ടീംസ് ഉണ്ടാവും. 90 കിഡ്സും തന്ത വൈബ് അറിയാമല്ലോ. ഇതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിസ്കഷൻ റീൽസിൻ്റെ കാലത്ത്. ഞാൻ ഇതിൽ ഈ സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെന്ന്. അധ്യാപകർക്ക് വലിയ പങ്കുണ്ടല്ലോ. അധ്യാപകർ നമുക്കറിയാം, കോവിഡ് കാലത്താണ് ആദ്യമായി നമ്മുടെ ഒരു ടീച്ചർ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ കമ്മ്യൂണിറ്റിയിൽ സൊസൈറ്റി ആണോടാന്ന് കളിയാക്കുകയും ഒരു ടീച്ചർ ക്ലാസ് റൂമിൽ കാണിക്കുന്ന ഏറ്റവും സൂപ്പർഫുൾ ഒരു നെറേറ്റീവ് മോഡ് ഉണ്ടാകും ടീച്ചർ എന്ന് പറയും. അതിനാദ്യമായാണ് പൊതുസമൂഹം കാണുന്നത്. പക്ഷെ അന്ന് ആ ടീച്ചറെ ഒരു തരത്തിൽ കളിയാക്കിയവർ ഇന്ന് യൂട്യൂബിലെ ടീച്ചേഴ്സിനെ കണ്ടിട്ട് എൻ്റെ മക്കളെ എന്ത് ചെയ്യുന്നു, ഇവരാണ് പഠിപ്പിക്കേണ്ടതെന്ന് പറയുന്നത്. ഈ 2 ഗ്യാപ്പ് ഈ 3 വർഷം കൊണ്ട് സംഭവിച്ച ഗ്യാപ്പ് ഞാൻ ചോദിക്കുന്നത്. ആസ് എ ടീച്ചർ, സാറേതാണ് ടീച്ചറാണ്, അത് വർഷങ്ങളായിട്ട് അധ്യാപകർക്ക് പുതിയ കാലത്ത് എങ്ങനെയാണ് ഫ്രെയിമിങ്ങിൻ്റെ റോൾ, എസ്പെഷ്യലി സ്കൂളിൽ വന്നിട്ടാണ് കുട്ടി പറയുന്നത് നിന്നെ എന്ന് പറയുന്നിടത്ത് അധ്യാപകൻ്റെ ഒരു ഫ്യൂച്ചർ ഫ്രെയിമിങ്ങിൻ്റെ റോൾ? എനിക്ക് തോന്നുന്ന ഈ ടോപ്പിക്ക് ഫ്യൂച്ചർ ഫ്രെയിമിലെ ടീച്ചർ എന്ന് പറയുന്നതാണെന്നും കുറച്ചുകൂടി രസമുണ്ടാവും. എന്താ പറയുക, ട്രെയിനർ രക്ഷപ്പെടും. കാരണം സസ്റ്റൈനബിലിറ്റി ഇല്ല. ആൾ 1 hour 2 hour വന്ന് അയാളുടെ കാര്യം ചെയ്ത് തിരിച്ചു. ടീച്ചേഴ്സ് വലിയ വെല്ലുവിളിയില്ല. ഒന്നും പിള്ളേർ ടെക്സ്റ്റുവൽ അല്ലാണ്ടായി മാറിക്കഴിഞ്ഞു, കംപ്ലീറ്റ് ഡിജിറ്റലാണ്. അഷ്റഫ വഴി തുറന്നുകൊണ്ടാണ് ഞാൻ പറയണത്. അത്രയും ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള പിള്ളേർ ടെക്സ്റ്റ് ബുക്ക് നോക്കുക, അക്ഷരങ്ങൾ കാണുമ്പം ഒരുതരം വെറുപ്പുണ്ടിലുണ്ടാകുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ വിധിക്കപ്പെടുന്ന ടീച്ചേഴ്സിൻ്റെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്സ്റ്റുവൽ അല്ലാത്തൊരു കുട്ടിയുടെ മുമ്പിൽ ഈ ടെക്സ്റ്റും പിടിച്ച് നിൽക്കുന്ന അധ്യാപകനങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, അവർക്കൊന്നും ഒരു രക്ഷയുണ്ടാവില്ല, പിടിച്ചിരിക്കാൻ പറ്റില്ല. നല്ല പിള്ളേരുടെ ഉള്ളിൽ അവർ ഒരു ഡയലോഗ് ഫ്രെയിം ചെയ്ത് വെക്കുന്നുണ്ട്, സാറങ്ങ് പഠിപ്പിച്ചോ, ഞങ്ങൾ ഇരുന്നോളാം, കാരണം
നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നമല്ലേ. അപ്പോൾ ഞാൻ ഈ കോവിഡ് കാലത്ത് അതും കൂടി പറയാം. ഞാൻ ഈ കോവിഡ് കാലത്ത് ഒരു കുട്ടീൻ്റെ ഗാഡ്ജറ്റിലെ ഫോൾഡറിൽ പിരാന്ത് എന്ന് ഫോൾഡർ നെയിം എഴുതിയിട്ട് കണ്ടു. അപ്പോൾ ഞാനത് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു ഒരു രസത്തിൽ. അപ്പോൾ കുട്ടി സ്കൂളിൽ നിന്നും മദ്രസയിൽ നിന്നും വന്ന അസൈൻമെൻറ്റുകൾ മൊത്തം ആ ഫോൾഡറിൽ എഴുതിയിട്ട് അതിന് പിരാന്ത് എന്ന് ആണ് ഫയൽ നെയിം കൊടുത്തിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കുട്ടിയോട് ഇപ്പോൾ ബീറ്റ ജനറേഷനിലെ കുട്ടി ഐസോളിൽ ജനിച്ചു എന്ന് അല്ലേ, നമ്മൾ മിസോറാമിൽ, ആ കുട്ടി എന്താവുന്നൊന്നും ഇപ്പോൾ ട്രെൻഡുകാർക്ക് പറയാൻ പറ്റില്ല. ആ കുട്ടി എഡ്യൂക്കേഷൻ എന്താ കുറേ കഴിയുമ്പോൾ ഡീസ്കൂളിങ് സംഭവിക്കും. സ്കൂളുകളൊന്നും ഇല്ലാതെ കുട്ടികൾ എത്തിച്ചേരുന്ന ഒരൊറ്റ പോയിന്റും കൂടി ഞാനൊന്ന് യാത്രയിൽ ആലോചിച്ചു. എന്നോട് പിള്ളേർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, സ്കൂളിൽ പോകാതിരിക്കാൻ നിങ്ങൾ കൗൺസിലിംഗ് ചെയ്യണം ഉമ്മക്ക് എന്ന്. അത് പക്ഷെ ഒറ്റ പോയിന്റും കൂടി ഞാൻ പറഞ്ഞിട്ട് റൌഫ് അതിൻ്റെ മേലെ ഒന്ന് കമൻറ്റ് ചെയ്യണമെന്ന് തോന്നും. നമ്മൾ ഈ ഗാഡ്ജറ്റുകൾ ഉപയോഗിക്കുന്ന കുട്ടി പ്രശ്നക്കാരൻ, മൊബൈൽ യൂസ് ചെയ്യുമ്പം പ്രശ്നക്കാരൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പാരഡൈം ഒരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എൻ്റെ അകത്ത് വേറെ സാധനമുണ്ട്. അത് ട്രെൻഡ് ഒന്ന് പൊലിപ്പിച്ച് കൊണ്ടുവരണം. ഞാൻ പറഞ്ഞത് മൊബൈൽ യൂസ് ചെയ്യുന്ന ഒരു കുട്ടിക്ക് അവൻ അതിൻ്റെ സൈഡിലൂടെ വെബ് ഡിസൈനിങ് പഠിക്കുന്നുണ്ട്, AI ടൂളുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അറിയാണ്ട് അവൻ്റെ എഡ്യൂക്കേഷൻ അവന് വിചാരിച്ചാൽ ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ആൽഫ ബീറ്റ ജനറേഷനിൽ വരുന്ന കുട്ടികളുടെ പാരൻറ്റ് ഒരു നല്ല ഒബ്സർവേഷൻ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് തന്നെ എഡ്യൂക്കേഷൻ നടക്കും, വീട്ടിൽ നിന്ന് തന്നെ കരിയർ ഗൈഡൻസ് നടക്കും എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് ഈ ട്രെൻഡിൻ്റെ ഈ പ്ലാറ്റ്ഫോമിൽ പറയാനുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യണം. റൌഫ് അത് സംസാരിച്ചേട്ടെ. ഒരു ടീച്ചർ എന്ന നിലയ്ക്ക് പലപ്പോഴും സാറ് പറഞ്ഞ ഈ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഫേസ് ചെയ്യുന്നുണ്ട്. കാരണം പുസ്തകങ്ങളെക്കുറിച്ച് കുട്ടികൾ ബോധറല്ല. എന്ത് കഴിഞ്ഞാലും ഒക്കെ സാറ് പ്രശ്നമൊന്നുമില്ല, 2 മാസം അവസാനത്തെ 2 ആഴ്ചയിൽ അവർ ഓൺലൈൻ യൂട്യൂബ് ചാനലിലേക്ക് പോയി ഷുവർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യും, അത് മതി എന്ന് പറയുന്ന ഒരു ഫീലിങ്ങിലേക്ക് കഴിഞ്ഞൊരു 1-2 വർഷങ്ങളിൽ കുട്ടികളായി പോയിട്ടുണ്ട്. പക്ഷെ അതിപ്പം ചെറിയൊരു വിചാരിച്ച രീതിയിൽ ക്വസ്റ്റ്യനുകൾ വരുന്നില്ല എന്നുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ടീച്ചേഴ്സിൻ്റെ ഈ ഒരു പ്രശ്നം, ടീച്ചേഴ്സ് ഇപ്പം ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, കുട്ടികൾക്ക് ഈ പുതിയ ആൽഫ ജനറേഷൻ ഒക്കെ വരുന്ന സമയത്ത് ഉണ്ടാവുന്ന അവർക്ക് അവരുടേതായ മെറ്റീരിയൽ അവരുടെ കയ്യിൽ തന്നെ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് പലപ്പോഴും ഈ റോൾ ഇല്ലാതായി പോകുന്നത്. പക്ഷെ അതിനപ്പുറത്ത് ഒരു ടീച്ചർ അവരുടെ ഇമോഷണലായ കാര്യങ്ങൾ ഇടപെടുകയാണെങ്കിൽ, അവരിപ്പോഴും ഫിസിക്കലി ഭയങ്കര ഹാപ്പി ആണെങ്കിലും ഇമോഷണലി പലപ്പോഴും അവരുടെ വെൽബീങ് അല്ല. അതുകൊണ്ടാണ് ഇപ്പം റീസെൻ്റായി ഉണ്ടാകുന്ന കാര്യങ്ങളിലൊക്കെ സംഭവിക്കുന്നത് അവരുടെ ഇമോഷൻ മാനേജ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒരു ടീച്ചർ എന്ന നിലയ്ക്ക്, ഒരു ഫ്യൂച്ചർ ഫ്രെയിം ചെയ്യുന്ന ആളെന്ന നിലയ്ക്ക് നമ്മൾ ഇടപെടേണ്ട പ്രധാനപ്പെട്ട സ്ഥലം അവരുടെ ഇമോഷണലായ കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സാർ സൂചിപ്പിച്ച പോലെ ഒരു AI ടൂൾ അല്ല മൊബൈലൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ കരിയറിനെ ഡെവലപ്പ് ചെയ്യാൻ അത് മതി. ഇന്നത്തെ മൈക്രോ ലേണിങ്ങിനെ കുറിച്ച് സാറ് പറഞ്ഞില്ലേ, ഇനിയുള്ള കാലത്ത് ഡിഗ്രികളുടെ പ്രസക്തി ഇല്ല എന്ന് പറയുന്നുണ്ട്. സാറ് സൂചിപ്പിച്ച ഡീസ്കൂളിംഗ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അമേരിക്കയിലൊക്കെ ഇപ്പം തന്നെ പല യൂണിവേഴ്സിറ്റിയിലും കുട്ടികൾ പഠിക്കാൻ വരുന്നില്ല. അവിടെയൊക്കെ തന്നെ പേഴ്സണലൈസ്ഡ് ആയ ലേണിംഗ് മെത്തഡോളജിയിലേക്ക് മാറിക്കഴിഞ്ഞു. പേഴ്സണൽ ലേണിങ്ങിൻ്റെ ഒരുപാട് ടൂളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് പഠിക്കുകയും അത് ഉപയോഗിച്ച് അവരുടെ ഭാവിയിലേക്ക് വളർത്തിക്കൊണ്ട് അവരുടെ സാധ്യതകൾ കൊണ്ടുവരികയും ചെയ്യാണ്. ട്രെയിനിങ് പറയുമ്പോഴും ഇപ്പം ഇനി എല്ലാ വിഷയത്തിലും ട്രെയിനിങ് എടുക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്നില്ല. എന്താണോ എൻ്റെ വിഷയം, എനിക്ക് ഏത് മേഖലയിലാണ് എന്തെങ്കിലും നേടിയെടുക്കാൻ പറ്റുക, ആ മൈക്രോ ഏരിയയിൽ മാത്രം ലേണിംഗ് അല്ലെങ്കിൽ ട്രെയിനിങ് കിട്ടുകയും അതിൽ അവർ എക്സ്പോഷർ ഉണ്ടാക്കിയെടുക്കുകയും അതുവഴി അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പോയിന്റ് ഞാൻ ആഡ് ചെയ്യാം. എനിക്കൊന്ന് അവസാനിപ്പിക്കേണ്ട ടൈം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ട്രെയിനിങ്ങും നമ്മളുടെ ഇരുത്തം ട്രെയിനിങ് ആയിരുന്നുവെങ്കിൽ ഇത്രയും കണ്ടന്റ് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റില്ല, ഇത്രയും ആശയങ്ങൾ പറയാൻ പറ്റില്ല, ഫോർമാലിറ്റികൾ കൂടും. അപ്പോൾ എനിക്കൊരൊറ്റ പോയിൻ്റാണ് ഈ ട്രെൻഡിൻ്റെ, എസ്പെഷ്യലി നമ്മൾ വളർന്നു വരുന്ന ട്രെയിനേഴ്സിൻ്റെ മുമ്പിലും യങ് ജനറേഷനിലെ മെൻറ്റർമാരുടെ മുന്നിൽ പറയാനുള്ളത്, സക്സസ് ഈസ് ഈക്വൽ ടു സ്കിൽ പ്ലസ് പാഷൻ എന്നൊരു ഫോർമുല ഞാൻ വായിച്ചു. അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ കാലത്ത്. പിള്ളേർക്ക് സ്കില്ലുണ്ട് പക്ഷെ പാഷനില്ല. എന്നാൽ ചിലർക്ക് പാഷനുണ്ട് പക്ഷേ സ്കില്ലില്ല. സ്കിൽ അവൻ അറിയില്ല, സ്കില്ലുണ്ട്. അപ്പോൾ ഇവിടെ ഒരു എഡ്യൂക്കേഷൻ സമ്മിറ്റിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു മെസ്സേജ് എന്താണെന്ന് പറഞ്ഞാൽ, ട്രെൻഡിൻ്റെ റോൾ എന്താണ്? ട്രെൻഡിൻ്റെ റോള് 2 എണ്ണമാണ്. ഒന്ന്, സ്കില്ല് കുട്ടിയെ കണ്ടെത്തി കൊടുക്കുക എന്നൊരു റോൾ അവിടെ ഉണ്ട്. അത് പാരൻസിൻ്റെ സപ്പോർട്ടോടു കൂടി, അധ്യാപകരുടെ സപ്പോർട്ടോടു കൂടി അവൻ്റെ ഒരു ഫ്യൂച്ചറിന് വേണ്ട ഒരു പാഷൻ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു റോളും കൂടിയുണ്ട്. ഇത് രണ്ടും ബാലൻസ്ഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജനറേഷൻ കുറെ കൂടി നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കും. അതിനുള്ളൊരു ബാക്കപ്പ് ആയിരിക്കും നമ്മളുടെ ട്രെയിനിങ്ങും നമ്മളുടെ മെൻറ്ററിങ്ങും നമ്മളുടെ എഡ്യൂക്കേഷണൽ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്ന് ഞാൻ അവസാനമായിട്ട് പറയാം. അഷ്റഫ്. യെസ്, ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുകയാണ് നമ്മൾ.
ഫ്യൂച്ചർ ഫസ്റ്റ് ആണ് ട്രെൻഡ്. എപ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി, എന്നും ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു തീമിൽ തന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഫ്യൂഫെ എന്ന പേരിൽ ഇങ്ങനെ ഒരു സമ്മിറ്റ് ഞങ്ങൾ ആഗ്രഹിച്ചത്. എനിക്ക് തോന്നുന്നു രണ്ടുപേരുടെ സംസാരവും നമ്മുടെയൊക്കെ പറയുമ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ ചെയ്യുന്ന പ്രശ്നത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ബിഹേവിയർ സ്കൂൾ, ലൈഫ് സ്കൂളുകൾ എന്നൊക്കെ പറയുന്ന ഒരു ടേം. അപ്പോൾ ആ സ്വാഭാവികമായിട്ടും കരിക്കുലത്തിൻ്റെ കൂടെ ഒരു ബിഹേവിയറൽ സ്കൂൾ, ഒരു ലൈഫ് സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു ട്രെൻഡ്, പ്രത്യേകിച്ച് എസ്പെഷ്യലി വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷൻ സർവീസ് നടത്തുന്ന ഒരു സംഘടന എന്ന നിലക്ക് ഞങ്ങൾ അതിൽ കൂടി ആ ടൈപ്പ് ഓഫ് ഏരിയയിൽ കൂടി നമുക്ക് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അടുത്ത വർഷങ്ങളിലും ഇത്തരം മനോഹരമായ ഫ്യൂച്ചറിനെ ഫ്രെയിം ചെയ്യാൻ നമുക്ക് പറ്റട്ടെ എന്ന് പറഞ്ഞ് ഈ സെഷനോട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ ഓൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ആൾ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.